യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പേടിക്കണ്ട, ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും വന്ന് നിങ്ങളെ ശല്യം ചെയ്യില്ല. അത്രയ്ക്ക് സേഫായ സ്ഥലമാ. പിന്നെ സുനീഷും ഫാമിലിയും തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. ചെല്ലു ചെല്ലു. ശരിക്കും അച്ഛൻ ഇതുവരെ ഞങ്ങളുടെ പേര് എഴുതി തന്നിട്ടില്ല. പിന്നെ അമ്മയുടെ തൻ്റെ ഇടത്തിൽ ഞങ്ങൾ ചില അത്യാവശ്യ വാടകയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാവ മനുഷ്യൻ താമസമുണ്ട്. മിക്കവാറും രാത്രി മാത്രമേ കാണൂ. ആർക്കും ഒരു ശല്യമില്ല. ഒരു സാധു അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ, അടിച്ചു പൊളിക്ക്. നമുക്ക് അങ്ങോട്ട് നോക്കാം. എന്താ, ഇഷ്ടപ്പെട്ടോ അളിയ? പിന്നെ ഇഷ്ടപ്പെടാതെ? എന്റെ സുനീഷേ, ചരിത്രമുറങ്ങുന്ന ഈ ബംഗ്ലാവ് ഇഷ്ടപ്പെടാത്ത ആരായി ഭൂമിയിലുള്ളത്? പണ്ട് കാൾ ഗോൺസാൽവസ് തന്റെ കാമുകി യുസാഡിയോയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചു കൊടുത്തതാ ഈ ബീച്ച് ബംഗ്ലാവ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാ, ദേ ഈ ജനൽ തുറന്നിട്ടാൽ കടല് കണ്ണാടി പോലെ കാണാം. ഇപ്പൊ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ഇത്രയും നല്ലൊരു സ്ഥലം ഈ ഭൂമി മലയാളത്തിൽ വേറെ ഇല്ല. അതിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി ഏട്ടാ. ഇതാ ന്യൂ ജനറേഷന്റെ കുഴപ്പം. എന്റെ മക്കളെ ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത്. നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. എന്നിട്ട് മരണം വരെ മധുമധു ആഘോഷിക്കണം. അല്ല, അപ്പൊ പിന്നെ കച്ചവടം ഉറപ്പിക്കല്ലേ? എന്താ സംശയം? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അഡ്വാൻസും ഒരു മാസത്തെ വാടകയുണ്ട്. ഏയ്, അതൊന്നും വേണ്ട അളിയ. വാടകക്കാര് അന്യരല്ലല്ലോ, എൻ്റെ കുടുംബക്കാരി തന്നെയല്ലേ. നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട. എത്ര കാലം വേണമെങ്കിലും നിങ്ങളിവിടെ ഫ്രീ ആയിട്ട് ജീവിച്ചു. സുനീഷ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. താൻ ഈ കാശ് വാങ്ങിച്ചേ പറ്റൂ. ഇതാ പിടിച്ചേ. എന്നാലും അളിയ, അളിയനും പെങ്ങളും ഒക്കെ അങ്ങ് വീട്ടില്. ഒരു കച്ചവടം ആകുമ്പോ ഇത്തരം സെന്റിമെന്റ്സ് ഒന്നും പാടില്ല. അളിയൻ ഐശ്വര്യമായിട്ട് ഈ കാശ് ഇങ്ങോട്ട് കൊടുത്തേ, എന്നിട്ട് ഈ അളിയൻ ഐശ്വര്യമായിട്ട് അതിങ്ങോട്ട് വാങ്ങിയേ. ഇനി എല്ലാരും വന്നേ, നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് പിരിയാം. അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ നാളെ കഴിഞ്ഞ് നിങ്ങൾ താമസിക്കാൻ വരുന്നു. അതെ, കാണാം. ഓ ശരി ശരി. എന്താ സുനീഷേ, നിനക്ക് സന്തോഷമായില്ലേ? എന്നാലും അവരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണ്ടായിരുന്നെണ്ണ. പിന്നെ നിന്റെ ഭാര്യയുടെ ഫീസടക്കാൻ നീ എന്ത് ചെയ്യും? ഏതായാലും ഇതുകൊണ്ട് തികയില്ല അണ്ണ. എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യാമോ? എന്താടാ? എൻ്റെ ബൈക്ക് എവിടെയെങ്കിലും ഒന്ന് പണയം വെച്ച് കുറച്ച് കാശ് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? എനിക്കെൻ്റെ ആതിരക്കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് കളക്ടറാക്കണം.
നേരെ എത്രയായി? ഈ ചെക്കനിത് എവിടെ പോയി കിടക്കുക? എനിക്കാണെങ്കിൽ ഒരു മനസമാധാനവും കിട്ടണില്ല. അമ്മ എങ്ങനെ വിഷമിക്കാതെ, സുനീഷേട്ട് എങ്ങ് വരും. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല മോളെ. എവിടെയെങ്കിലും പോയാ എന്നെ വിളിക്കുന്ന ചെക്കനാ. അതാ ഒരു പേടി. എന്റെ കല്ലേരി അപ്പൂപ്പ, 5 സെറ്റ് താമ്പൂലം ഞാൻ നടക്കി വെച്ചേക്കാമേ. എന്റെ ചെറുക്കനൊരു ആപത്തും കൂടാതെ അങ്ങ് തിരിച്ചു തരണേ. ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മ പോയത്? വരാൻ താമസിക്കുമെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞു വിടറ മോനെ. മനുഷ്യൻ ആദ്യം എടുത്ത് ചത്തു. ഞാനിങ്ങ് വന്നില്ലേ അമ്മേ? ഓ, വലിയ കാര്യമായി പോയി. നീ വരണ്ടായിരുന്നടാ. പോയോട് തന്നെ താമസിച്ചാ മതിയായിരുന്നല്ലോ. ഈ വീട്ടിൽ നീറുന്നവരെ പറ്റി നിനക്ക് എന്തെങ്കിലും വിചാരം ഉണ്ടോടാ? ഈ കൊച്ചി ഇതുവരെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ഇവള് പുറത്തു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നേക്കാ സങ്കടം ദേ ഇവൾക്കായിരുന്നു. അതെങ്ങനാ? മറ്റുള്ളവരെ മനസ്സ് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ദൈവവിന് കൊടുത്തിട്ടില്ലല്ലോ. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇത്രയ്ക്ക് ബഹളം ഉണ്ടാക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോടാ മക്കളെ. എന്റെ സങ്കടം കൊണ്ട് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതല്ലേ. മക്കൾ അതങ്ങ് ക്ഷമിച്ചേക്ക്. ദേ, എന്നിട്ട് ഈ കൊച്ചിനെ ആശ്വസിപ്പിക്ക്. അല്ല, നീ നടന്നാണോ വന്നേ? നിന്റെ ബൈക്ക് എവിടെ? അത് ഞാൻ പിന്നെ സർവീസിന് കൊടുത്തായിരുന്നു അമ്മേ. കഴിഞ്ഞ മാസല്ലേ സർവീസ് കഴിഞ്ഞത്? ഇതെന്താടാ എല്ലാ മാസവും ചെയ്യണോ? അതിന് കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മേ. ആ, ശരി ശരി, നീ പോയി വേഗം കുളിച്ചിട്ട് വാ. അമ്മ കാച്ചിൽ പുഴുങ്ങിയതും കാന്താരിമുളക് ഉടച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആതിരക്കുട്ടി പറഞ്ഞ 20,000 രൂപ. വാങ്ങിച്ചോ മോളെ. ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നതല്ലേ. നാളെ തന്നെ ഫീസ് അടയ്ക്കണം. ഓഫീസ് എവിടാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുപോയി അടയ്ക്കാം. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയി അടയ്ക്കാം. ഞാൻ പോയി കുളിച്ചിട്ട് വരാമേ. പാവം എന്റെ ചെക്കൻ. അടിച്ചപ്പോ നൊന്തോ എന്തോ. നിന്റെ ബൈക്കിന് എന്താ കുഴപ്പമെന്നാ പറഞ്ഞേ? അതിന്റെ സൈലൻസറിന് ഒരു ചെറിയൊരു ആട്ടം. ആ, ഈയിടെയായിട്ട് മൊത്തത്തിൽ നിനക്ക് ചെറിയൊരു ആട്ടം ഉണ്ട്.